ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം, ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എവിടെയൊക്കെയോ കുറേയൊക്കെ ഉൾഭയങ്ങൾ സ്വാധീനിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആരുടെയൊക്കെയോ അധിനിവേശം കടന്ന് ആക്രമണം നടത്തുന്നു എന്നൊക്കെ ഒരു ചിന്ത ഈ അടുത്ത കാലത്ത് കണ്ടമാനമായിട്ട് വളർന്നിട്ടുണ്ട്. അടിസ്ഥാനം ഇല്ലാത്ത കാര്യമൊന്നുമല്ല. പക്ഷെ അതിനെയൊക്കെ നാം എങ്ങനെ നേരിടേണ്ടത്? നമ്മുടെ പ്രധാന സന്ദേശം ഈ വചനഭാഗത്ത് നമുക്ക് ലഭിക്കുന്നത്, അതായത് ഈ തൊട്ടടുത്ത് നിങ്ങളാണെങ്കിൽ തന്നെയും പള്ളിക്കൂടത്തെ സംബന്ധിച്ചും ഒക്കെ, പള്ളിയെ സംബന്ധിച്ചും ഒക്കെ, പള്ളി തന്നെ അടിച്ചു മാറ്റിയെന്നും, പള്ളിക്കൂടം എന്ന് പറയുന്നത് സംസ്കൃത സ്കൂളായിട്ട് ആദ്യം ചാവറയച്ചൻ ആരംഭിച്ചെടുത്തുന്ന വാസ്തവത്തിൽ പള്ളിക്കൂടം എന്ന സംഗതി ഉണ്ടാകും. അദ്ദേഹം വികാരി എന്നാളായിരുന്നു. ഇപ്പോൾ 1856 പള്ളിയോടൊപ്പം പള്ളിക്കൂടം വേണമെന്ന് ശക്തമായ കൽപ്പന ഇറക്കിയതിൻ്റെ പരിണിതഫലമായി അങ്ങനെ ഉണ്ടാക്കാത്തവരെ, അപ്പോൾ കെട്ടുതെങ്ങും പിടിയേരിയുമായിട്ട് നടന്ന് പണം ഉണ്ടാക്കി അട്ടിയവർക്ക് ശമ്പളം കൊടുത്ത് ഇവിടെ വിദ്യാഭ്യാസം എല്ലാ ജനങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ കൊടുക്കാൻ വേണ്ടിയിട്ട് ക്രമീകരണങ്ങൾ നടത്തി. അതിനുള്ളിൽ ക്ലേശങ്ങൾ ഭയങ്കരമായിരുന്നു. അപ്പോൾ അന്ന് അതിന് മുതിരാത്ത ഇടവ സമൂഹങ്ങളെ അംശമുടക്കിൻ്റെ പശ്ചാത്തലത്തിൽ നിർത്തിക്കൊണ്ട് ശിക്ഷ എടുത്ത് കാണിച്ചുകൊണ്ട് നടപ്പാക്കിയ സംഭവമാണ് പള്ളിയുടെ കൂടെ പള്ളിക്കൂടം വേണം എന്ന കാര്യം. അതാണ് നമുക്ക് ചരിത്രപരമായ കാര്യം. ഇപ്പോൾ അന്ന് ഈ നവോത്ഥാന നായകൻ എന്ന ചാവറയച്ചനെ ഇപ്പോഴെങ്കിലും അംഗീകരിച്ചു വരുന്നുണ്ട്. പക്ഷേ അതിന് മുമ്പ് നവോത്ഥാന നായരായിട്ട് കരുതുന്ന ആരൊക്കെയാണ്? അതിൽ നവോത്ഥാന നായർ തന്നെയായിരുന്നു. നാരായണ ഗുരു, ചട്ടമ്പി സ്വാമി, മയ്യൻകാലിയും, വക്കം അബ്ദുൽ ഖാദർ മൗലവിയും ഒക്കെ നവോത്ഥാന നായകർ തന്നെയായിരുന്നു ശബ്ദത്തിൽ. പക്ഷേ ഇവരൊക്കെ എന്നാ ജീവിച്ചിരുന്നത്? ചാവറയച്ചൻ 1805 ജനിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഈ കൽപ്പന 1864 ഈ കൽപ്പന ഇറങ്ങുന്ന ഘട്ടങ്ങളിൽ ഇവർക്ക് തന്നെ പ്രായമുണ്ട്. നാരായണ ജനിച്ചത് 1856 ജനിച്ചത് തന്നെ. ചട്ടമ്പി 53 അല്ലെങ്കിൽ അയ്യങ്കാളി 63 അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുന്നത് 1873. ഇപ്പോൾ അവരൊക്കെ ജനിച്ച് വീണ് വളർന്നു വരുമ്പോൾ തന്നെ ഇവിടെ വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറ പാകിയിരുന്നു ചാവറയച്ചനിലൂടെ എന്നുള്ള ഒരു സത്യം. അദ്ദേഹം കൽപ്പനയുടെ ഫലമായിട്ടാണ് ഇങ്ങനെയുള്ള സാധനമൊക്കെ ഉണ്ടായിരുന്ന കാര്യം ചരിത്രപരമായ അതിനെയൊക്കെ ഒന്ന് മറയ്ക്കാനായിട്ടുള്ള ശ്രമം അത് അത്ര വിലപ്പോകില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും ആളുകൾ ചിന്തിക്കുന്നതൊക്കെ കുറേ കാലം കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള മഹാമനുഷ്യന്മാർ എഴുതി വെച്ചിരിക്കുന്ന കാര്യം അതൊക്കെ ആയിരിക്കും ശരിയെന്ന് വിചാരിച്ച് ജനത്തെ തെറ്റിദ്ധരിപ്പിനിടയുണ്ട് എന്നത് മനസ്സിലാക്കിയതിൻ്റെ ഗൗരവമൊക്കെ ഉൾക്കൊള്ളുന്നത് നല്ലത് തന്നെയാണെങ്കിലും നമ്മളാരിതൊന്നും കണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ലെന്ന കാര്യമാണ് ഈ വചനഭാഗമേ പഠിപ്പിക്കുന്നത്. കാരണം അതിശക്തമായി തീവ്രവാദം ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന നമ്മൾ കാണും. ഭയപ്പെടാനല്ല, കാര്യം നമുക്ക് തിരിച്ചറിയാൻ കാണും, അല്ലെങ്കിൽ മണ്ടന്മാരായിട്ട് തീരും. തീവ്രവാദം എവിടെയാണ്? എത്രമാത്രമാണ് ക്രിസ്ത്യാനി എന്ന പേരിൽ കൊല്ലപ്പെടുന്ന നൈജീരിയയിലൊക്കെ എവിടെയെല്ലാമാണ് ബൊക്കോ ഹറാം പോലെയുള്ള ഭയങ്കര തീവ്രവാദികൾ ഈ പേര് കേട്ടാൽ തന്നെ കൊന്നുകളയുന്ന രീതിയിലായിട്ട് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെയല്ല ഇവിടെ നമ്മുടെ നാട്ടിലാണെങ്കിലും ഇതിൻ്റെയൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഇടപാടുകൾ നടക്കുന്നുണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് തിരിച്ചറിയുന്നവരായിരിക്കും നമ്മൾ. പക്ഷെ നമ്മളെ സമീപനം വ്യത്യസ്തമാണെന്ന് മാത്രമേ. അതായത് ക്രൈസ്തവ പ്രതീകങ്ങളെയൊക്കെ എങ്ങനെയെങ്കിലും തകർത്ത് കളയാൻ, കുരിശിനെയൊക്കെ അവഹേളിക്കാനും, അല്ലാണ്ട് ബൈബിൾ തന്നെ ചുട്ടുകളഞ്ഞ സാഹചര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, കത്തിച്ച സാഹചര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആ സാഹചര്യവും പത്രമില്ല. അഭിഷിക്തരും എത്ര ഭയങ്കരമായ അവരെ അവഹേളിക്കത്തക്ക രീതിയിലും അഭിഷിക്തരെ പരിഹസിക്കത്തക്ക രീതിയിലും തന്നെ അതിന് അതിഭയങ്കരമായ ചെറിയ വീഴ്ചകളെ വലുപ്പത്തിൽ ഭയങ്കരമായ രീതിയിൽ അങ്ങോട്ട് പ്രചരിപ്പിക്കുന്ന ആളുകൾ തന്നെ അവരുടേതായ സമൂഹത്തിൽ വരുന്ന വീഴ്ചകളെ മറച്ചു വയ്ക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടായിരിക്കും. കന്യാസ്ത്രീകളാണ് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഇത്രമാത്രം നന്മ ചെയ്യുന്ന സമൂഹത്തെ അത് മുഴുവൻ അവഹേളിച്ച് നിർത്തിയിട്ട് ആ സൈനിക ശക്തി ഇല്ലാണ്ടാക്കിയാൽ മാത്രമേ ക്രൈസ്തവ സമൂഹത്തിൽ ഇല്ലാതാക്കാൻ പറ്റുമെന്ന് ധരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ കാണാം. അതേസമയം നേരെ വിപരീതമായിട്ട് ഈ മുഴുവസ്ത്രം ധരിച്ച് നടക്കുന്നത് അവരെ ഒന്ന് സ്വതന്ത്രമാക്കുക എന്ന് പറഞ്ഞു പോയെങ്കിൽ ഈ ഭയങ്കര സൈബർ ഗുണ്ടകളുടെ വധഭീഷണിയോട് ചേർന്നുപോയ ഗുണ്ടവിളിയും ഭയങ്കരമായിട്ടുള്ള അസഭ്യവർഷങ്ങളും ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് നമുക്ക് തിരിച്ചറിവ് വേണം. അറിയാതെ നമ്മൾ ജീവിച്ചാൽ ശരിയാവില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഗാസയ്ക്ക് വേണ്ട നിലവിളി ഒരു വശത്ത് അതിശക്തമായി നടക്കുമ്പോൾ ആ യമനിൽ എത്രയോ ലക്ഷങ്ങൾ മരിച്ചു വീഴുന്നു. അസർബൈജാനിലും നാഗോർണോ ഖറാബാക്കിൽ 1,25,000 പേരെ ഭയങ്കര വധത്തിനപ്പുറത്തേക്ക് ഇവരെ അഭയാർത്ഥികളായി ഒന്നുമില്ല പട്ടിണി പിന്നെ ടെൻറ്റുകളുടെ കീഴിൽ കിടക്കുന്നതിനെ കുറിച്ചൊന്നും ലോകം ശ്രദ്ധിക്കുന്നില്ല. കാരണം ഇവിടെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വിഭാഗം മാത്രമേ ഉള്ളൂ.
ഇരവാദം മുഴക്കിക്കൊണ്ട് അതിഭയങ്കരമായ രീതിയിൽ ജമാൽ മുഹമ്മദ് സ്വാധീനിച്ചാൽ അവർ കാര്യങ്ങൾ നേടുമൊക്കെ വിചാരിക്കുന്ന രീതിയിൽ നിന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം തിന്മയുടെ ശക്തി ഒരിക്കലും നിലനിൽക്കാനായിട്ട് പോകുന്നില്ല. ഈ സിനിമയുടെ കാര്യം എടുത്ത് നോക്കിയോ, സിനിമകളുടെ എന്തെല്ലാം കാര്യം കാണുന്നു. ഈയിടെ കണ്ട് ഇറങ്ങിയ സിനിമയിൽ വിശുദ്ധ ഗ്രന്ഥത്തിന് ബൈബിളിൻ്റെ നാട്ട് അതിനകത്ത് തുറന്നു വെച്ച ബൈബിളിൽ തോക്കിൻ്റെ പടം വെച്ചാണ് ഇറങ്ങിയത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം നമുക്കുണ്ട്. അത്രയില്ല രാഷ്ട്രീയ രംഗത്താണെങ്കിലും ചില ആളുകളൊക്കെ രാജ്യസഭയിലേക്കൊക്കെ ഈയിടെയൊക്കെയാണ് വിറ്റിരിക്കുന്ന ആൾക്കാരൊക്കെ അതിഭയങ്കരമായ തീവ്രവാദികളാണെന്ന് തിരിച്ചറിയുകയാണെങ്കിൽ അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയാതെയൊക്കെ തന്നെ കുറേയൊക്കെ ഭാവിയിലേക്ക് എന്തൊക്കെ വരാൻ പോകുന്നെന്നുള്ള ഉത്കണ്ഠ ഉണ്ടാക്കാൻ ഇടയുണ്ട്. ഉത്കണ്ഠപ്പെടേണ്ട എന്നുള്ളതാണ് ഇന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വചനഭാഗം. അതുകൊണ്ട് ഈ മുഖംമൂടി ധരിച്ചതിനൊന്നും നാം ഭയപ്പെടേണ്ട കാര്യമില്ല. ഹാഗിയ സോഫിയ ഇങ്ങനെ മോസ്കാക്കി മാറ്റി, അല്ലെങ്കിൽ അത് കഴിഞ്ഞത് ഘോരപ്പള്ളി അപ്രകാരമാക്കി മാറ്റി, ഇങ്ങനെയൊക്കെ വരുന്ന ലോകത്തിലെ പ്രതിഭാസം നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അജണ്ട വളരെ വളരെ കൃത്യമാണ്. ഒരു കാർട്ടൂൺ തെറ്റിദ്ധരിച്ച് വന്നുകൊണ്ട് ഒരുപാട് പേരെ പാരീസിൽ കൊല ചെയ്തിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല. തന്നെയല്ല ഏതെങ്കിലും തരത്തിൽ ഞങ്ങളെ കോൺസ്റ്റാന്റിനോപ്പിൾ ഇസ്താംബുൾ ആക്കി മാറ്റി പോലെ റോമിനെ ഞങ്ങൾ കീഴടക്കുന്നുണ്ട്, അവിടെ ഞങ്ങൾ പതാക നാട്ടും എന്ന് അങ്ങോട്ട് കൊടി നാട്ടുമെന്ന രീതിയിലൊക്കെയുള്ള ഭയങ്കരമായ ഭീഷണി റോമിനെ കീഴടക്കും. നമ്മുടെ പ്രധാനമന്ത്രിയാണെങ്കിൽ കെട്ടിപ്പിടിക്കുന്ന കണ്ടാൽ നമുക്ക് രോമാഞ്ചമുള്ളൂ. അത്രയ്ക്ക് രീതി സ്നേഹ ആശ്ലേഷണത്തോടു കൂടിയാണ്, അത്ര സ്വാധീനം ചെലുത്തുന്ന ഒരു വ്യക്തിയാണ് സഭയുടെ തലപ്പത്തിരിക്കുന്നുള്ള കാര്യം. അതൊന്നും തിരിച്ചറിയാൻ നേരം അവർ ഞങ്ങൾ കീഴടക്കും എന്ന് പറഞ്ഞാൽ കോൺസ്റ്റാന്റിനോപ്പിൾ ഇസ്താംബുൾ ഒക്കെ പോലെ തന്നെ വത്തിക്കാൻ ഞങ്ങൾ മാറ്റിയെടുക്കും എന്നൊക്കെ പറയുമ്പം സാധാരണ വിശ്വാസത്തിലൊക്കെ അല്പമൊക്കെ വിഷമവും ഭീഷണിയൊക്കെ ഉണ്ടാകാൻ പേടിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ അതൊന്നും അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇങ്ങനെ അല്ല, ഇതിനെയൊക്കെ പ്രതികരിക്കുന്നവർക്ക് ജീവൻ്റെ ഭീഷണി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചാൽ തന്നെ അത് മതി. അതിന് നേരെ എതിരായിട്ടൊന്ന് സംഘടിതമായിട്ടുള്ള ഭീഷണി ഉണ്ടാകുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതേസമയത്ത് സ്കൂളുകളൊക്കെ പറയുന്ന 6-ാം നൂറ്റാണ്ട് തൊട്ടേ മനസ്സിലാക്കിക്കൊള്ളുവേൻ, 6-ാം നൂറ്റാണ്ട് തൊട്ടേ സഭയുടെ കത്തീഡ്രലുകളോട് ചേർന്ന് വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കണം എന്ന നിലപാടാണ് സഭ സ്വീകരിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഈ ഇന്ന് അധിനിവേശം എന്ന് പറയും, എല്ലാ തരത്തിലുള്ള അധിനിവേശങ്ങൾ, എന്തെല്ലാം അധിനിവേശങ്ങളൊക്കെ ധനകാര്യ രംഗങ്ങളിൽ അധിനിവേശങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, സാമ്പത്തിക രംഗം അധിനിവേശം. അതായത് നമ്മളൊരു കച്ചവടം തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ പൊട്ടിച്ച് കളയാൻ കുറേ കൂടി പണം സമീപത്ത് കൊണ്ടുവരും, മറ്റൊരു വ്യാപാര സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞാൽ ആണ് പൊട്ടി. അതുപോലെ തന്നെ എല്ലായിടത്തും ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അധിനിവേശം എന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമില്ല. ഇത് സാധാരണ നടക്കുന്നത് സാംസ്കാരിക രംഗത്ത് നടക്കുന്നത് പോലെ മാത്രമല്ല, ബിസിനസ് രംഗത്തും അതുപോലെ തന്നെ നമ്മളെ ആളുകളിങ്ങനെ പലായനം ചെയ്യുന്നതുകൊണ്ട് ആളുകളുടെ എണ്ണം കുറയുന്നതനുസരിച്ച് ഇവിടെ അധിനിവേശ ശക്തികൾ അതിഭയങ്കരമായി നൃത്തമാടുന്നു എന്ന സാഹചര്യത്തിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ തിരിയേണ്ടത് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്ന ആ വഴിയിലേക്കാണ് എന്ന കാര്യം ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ആളുകളും കുറേ കൂടിയൊക്കെ വിവേകത്തോടെ പെരുമാറേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ ആ കഠിനാധ്വാനത്തിൻ്റെ വഴിയിൽ നിന്ന് പിന്മാറി എല്ലാം ഇങ്ങനെ പുറത്തു പോയി അവിടെ പോയി മാത്രം രക്ഷപ്പെട്ട് ഈ നാടങ്ങ് ഉപേക്ഷിച്ച് പോയാൽ അതത്ര ശരിയാവില്ല. വൈറ്റ് കോളർ ജോബ് മാത്രമേ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് ആ രീതിയിൽ പോകുന്നതുകൊണ്ടും തന്നെ ശരിയാവില്ല. അങ്ങനെ നമ്മുടെ പിള്ളേരുടെ പ്രത്യേകത വൈറ്റ് കോളർ ജോബ് മാത്രം മതി, മറ്റൊന്നും വേണ്ട. മറ്റേതല്ല, എടുത്തറിഞ്ഞ് 4 കാലത്ത് നിന്ന് ഏത് സാഹചര്യത്തിൽ പോലും എന്ത് കച്ചവടമാണെങ്കിൽ കച്ചവടം, കാത്തനത്തൊക്കെ ജീവിതത്തെ നേരിടാനുള്ള കരുത്ത് നമുക്ക് പണ്ടുണ്ടായിരുന്നത് ഇന്ന് എവിടെ പോയി എന്ന് ആലോചിക്കണം. അപ്പോൾ അതുകൊണ്ട് തിരിച്ചെടുക്കേണ്ട ചില കാര്യങ്ങൾ, മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. തിന്മ കണ്ട് നാം ഭയപ്പെടേണ്ട കാര്യമില്ല. തിന്മ ആത്യന്തികമാരെ ശിക്ഷിക്കപ്പെടും. നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ചില കാണുന്നു, വ്യക്തമായിട്ട് തിന്മയായിട്ടും കാണുന്നു. തിന്മ ചെയ്തിട്ട് ആഹ്ലാദിച്ച് നടക്കുന്നവർ നാം കാണുന്നു. തിന്മ ചെയ്തതിന് ശേഷം ആഹ്ലാദിച്ച്, കൊന്നതിന് ശേഷം ആഹ്ലാദിക്കാം. കാരണം അവരുടെ മനസ്സാക്ഷി പറഞ്ഞിരിക്കുന്ന അവരല്ലാത്തവരെല്ലാം കൊന്നുകളയണം എന്നുള്ള. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൊന്നുകളയുന്ന സാഹചര്യത്തിലാണ് നമ്മളിവിടെ കാണുന്ന വലിയ പ്രത്യേകത. ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ കൊന്നുകളഞ്ഞിട്ടും ഇവിടെയുള്ള മാന്യന്മാരെന്ന് പറയുന്ന ആളുകൾ ഒരു അപലപിക്കുകയോ ഒന്നും ചെയ്തില്ലെന്നുള്ളതാണ്. ഭാഗ്യാസോയെ പിടിച്ചെടുത്തപ്പോൾ അതിനനുകൂലമായിട്ട് സംസാരിക്കുക. അപ്പോൾ അതുകൊണ്ട് മാനസികമായിട്ട് പറഞ്ഞാൽ ഇവരുടെ ഒറ്റക്കെട്ട് തന്നെയാണ്. എന്നതിനു വേണ്ടി ഇങ്ങനെയുള്ള വിശ്വാസം അവർ പരിപാലിക്കാൻ വേണ്ടി അവർക്ക് നൽകപ്പെട്ടിരിക്കുക, അവർക്കെന്തോ കിട്ടിയിരിക്കുന്ന ചിന്തയ്ക്കനുസരിച്ച് മറ്റുള്ളവരെല്ലാം കൊന്നുകളയണമെന്ന് പറയുമ്പോൾ കൊല അവർക്കൊരു പ്രശ്നമേ അല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പറ്റാത്ത മാരകമായ പാപമാണ്. ആദ്യത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് ഇന്ന് നമ്മുടെ സഭയുടെ മണ്ഡലങ്ങളിൽ കാണുന്ന ഒരു ചെറിയ വിഷാദമുണ്ട്. അത് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ചെറിയൊരു വിഷാദം, അതുപോലെ ഇവരെല്ലാം കൂടി നമ്മൾ വിഴുങ്ങിക്കളയുമോ? ഈ അതീശത്വ മനോഭാവത്തിൽ വരുന്നവർക്ക് സർക്കാരിന് സപ്പോർട്ടുണ്ടല്ലോ, സർക്കാരാണല്ലോ ഇവരെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത്, എന്നിട്ട് നമ്മൾ വിഴുങ്ങാനാണല്ലോ വരുന്നത്. എല്ലാ തലങ്ങളിലും
സാമ്പത്തിക തലങ്ങളിൽ അല്ലെങ്കിൽ ബിസിനസ് തലങ്ങളിൽ, അതുമല്ല ആ സാംസ്കാരിക തലങ്ങളിൽ പോലും കയറി അടിക്കുന്നില്ല. ഇപ്പം കണ്ടില്ലേ സാംസ്കാരിക തലങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ വിഴുങ്ങാൻ വരുന്നതോടെ നമ്മളൊട്ടും പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് സഭ എന്താണ്, എങ്ങനെ പോകണമെന്ന് കർത്താവ് മുൻകൂട്ടി തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് അവിടുന്ന് നമ്മുടെ കൂടെയുണ്ട്, അവിടുത്തെ ശക്തിയും നമ്മുടെ കൂടെയുണ്ട്. തിന്മയെ ശിക്ഷിക്കേണ്ട സമയത്ത് ദൈവം ശിക്ഷിച്ചുകൊള്ളും. നമ്മളോ ഈശോയുടെ പാഠങ്ങളെ പിഞ്ചെന്നതിൻ്റെ വചനാനുസൃതമായി ജീവിതത്തെ ക്രമീകരിച്ച് ധീരരായിട്ട് മുമ്പോട്ട് പോകാൻ ഒറ്റക്കെട്ടായി വിശ്വാസത്തിൻ്റെ ഒരുമയും കൂട്ടായ്മയും പ്രകടമാക്കുവാൻ സന്നദ്ധമാകുക എന്നതാണ് ഈ വചനഭാഗം നമുക്ക് ലഭിക്കുന്ന സന്ദേശം. കർത്താവ് ഈശോയും കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.